ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആമീസ് വേൾഡ്. അപ്പോൾ നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കോവയ്ക്ക തീയലാണ്. അതിന് ആവശ്യമായിട്ടുള്ള കോവയ്ക്ക, സവാള, തക്കാളിക്ക്, പച്ചമുളക് ഇത്രയാണ് നമ്മളിവിടെ അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. നമുക്കിതിന് ആവശ്യമായിട്ടുള്ള ഒരു മുറി തേങ്ങയാണ്. അപ്പം തേങ്ങ തിരുങ്ങി നന്നായിട്ട് ഒരു പാത്രത്തിനകത്തേക്ക് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് തേങ്ങ വറുക്കാം, ഇല്ലെങ്കിൽ അത് അടിക്ക് പിടിക്കും. അപ്പം തേങ്ങ വറുക്കുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ചുമന്നുള്ളി, കുരുമുളക്, ഇഞ്ചി, അതുപോലെ തന്നെ 2 കഷ്ണം വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കരിയാപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് തേങ്ങ മൂപ്പിച്ചെടുക്കാം. തേങ്ങ മൂത്ത് വന്നതിന് ശേഷം മാത്രം നമുക്ക് പൊടികളൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പം പൊടികൾ നമ്മളിവിടെ എടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി ഇത്രയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. പൊടികളൂടെ ചേർത്തിട്ട് നമുക്ക് പച്ചമണം മാറണം വരെ ഇളക്കിയെടുക്കാം. അതിനുശേഷം ഇത് നമുക്കൊന്ന് തണുക്കാൻ മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് കഷ്ണങ്ങൾ വേവിച്ചെടുക്കാം. ചട്ടിക്കലത്തിനകത്തേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കഷ്ണങ്ങളിട്ട് ഇളക്കി ഒന്ന് തട്ടിപ്പൊത്തി മൂടി വെക്കുവാണ്. വെള്ളം ഒഴിക്കേണ്ടെന്ന് ആവശ്യമില്ല, നമുക്കൊന്ന് ആവി കയറ്റി എടുത്താൽ മതി. കഷ്ണങ്ങൾ വേവുന്ന സമയത്ത് നമുക്ക് അരപ്പരയ്ക്കാം. തേങ്ങ വറുത്തത് തണുത്തിട്ടുണ്ട്. അപ്പം നമുക്കതൊന്ന് അരച്ചെടുക്കാം. ആദ്യം ഒന്ന് പൊടിച്ചെടുക്കുക, പിന്നീട് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് നന്നായിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കുക. നല്ല അടിപൊളിയായിട്ട് അരഞ്ഞിട്ടുണ്ട്. നമുക്ക് കണ്ട് നമ്മുടെ കഷ്ണങ്ങളും വെന്ത് കഴിഞ്ഞ് നമുക്ക് അരപ്പ് ചേർക്കാം. ഇതിനകത്ത് ഒരു ശകലം പോലും നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല, അരപ്പിനകത്ത് മാത്രമാണ് ഇച്ചിരി വെള്ളം ഒഴിച്ചത്. അരപ്പ് നമുക്ക് ചേർക്കാം. ഇത്രയും വെള്ളം മാത്രമേ നമ്മൾ ഒഴിക്കുന്നുള്ളൂ. ഇനി ഉപ്പും കൂടി ഇട്ട് ഇളക്കി അടച്ച് വെക്കാം. നമുക്ക് അപ്പം കറി ഒന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ, നമുക്കൊന്ന് മൂടി വെക്കാം കറി. അതാ നമ്മുടെ കറി തിളച്ച് തുടങ്ങി. കറി നന്നായിട്ടൊന്ന് കുറവാണ്. നമ്മുടെ കോവയ്ക്ക തീയതി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഏറ്റവും നല്ലതാണ് കോവയ്ക്ക തീയതി. നമുക്ക് വേറെ കറികളൊന്നും വേണമെന്നില്ല. കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ കറിക്കകത്ത് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നിൽപ്പുണ്ട്. കറി ഇപ്പം നന്നായിട്ട് കുറുകി സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക.